പ്രിയപ്പെട്ട KGPയുടെ ഉപജ്ഞാതാവ്, KGP എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് പാറക്കച്ചെരുവിലച്ഛനാണ്. നിങ്ങൾ റോക്ക് വാലി എന്ന് പറയുന്ന ഒരു യൂട്യൂബിലുണ്ട്, അടിച്ചു നോക്കിയാൽ കാണാം. ജ്ഞാനായ തനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അതിൽ കൂടുതൽ ഇതിന് ജ്ഞാനായ തനിമ അറിയാമെന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ് ഇവിടെ ഇരിക്കുന്ന ഫാദർ ജോബി. ഒറ്റ സമുദായമായിരുന്നു. നമ്മൾ ഈ കാണുന്ന മുന്നിൽ കാണുന്ന കായല്, ഈ കടലിൽ കൂടി നമ്മുടെ പിതാക്കന്മാർ പാറക്കച്ചെരുവിലച്ഛൻ ഇരിക്കുന്ന ഇപ്പോഴത്തെ കത്തോലിക്ക സഭയിലെ ജ്ഞാനായക്കാരും നമ്മളും ഒരുമിച്ച് വന്നവരാണ്. ഇവിടെ 72 പേര് ഇവിടെ ഇറങ്ങിയത് നമ്മൾ ഒരുമിച്ചാണ്. നമ്മുടെ ഇടയിൽ തിരിവുകളില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലക്രമത്തിൽ 16-ാം നൂറ്റാണ്ടിൽ കൂനം കുരിശ് സത്യത്തോടുകൂടി കുറെ ആളുകൾ ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിലോട്ട് ചേർന്ന് അവർ നിൽക്കുന്നു. എന്നിരുന്നാലും അവർക്ക് കോട്ടയം രൂപതയെന്ന് പറഞ്ഞ് അവർ എൻഡോഗമി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെയും നിലനിൽക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നാളെ കോടതിയിലെ ഓർഡർ വരുമ്പോൾ എന്താണെന്നറിയില്ല. വലിയ ബുദ്ധിമുട്ടിൽ കൂടാണ് അവർ പോകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പറഞ്ഞു, കപ്പലിലെ കപ്പിത്താൻ പിഴച്ചാൽ പിടിച്ച് ജയിലിലിടണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സുറിയാനി ജ്ഞാനായ വിഭാഗത്തിൻ്റെ കപ്പിത്താനെ ഇപ്പോൾ ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുക. അച്ഛനറിയാമോ, ഈ ജ്ഞാനായ സമുദായം നിലനിൽക്കണം, എൻഡോഗമി നമ്മുടെ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ സേവേറിയോസ് പിതാവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക. 2 സ്ഥാനവും അദ്ദേഹത്തിൻ്റെ കളഞ്ഞു. എന്താണ് കാരണം? ജ്ഞാനായ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അവർക്ക് തലവേദനയാണ്. എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നത് ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലുള്ള ദേവാലയത്തിൽ വേറെ വൈദികരെ കൊടുക്കാതെ, മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് കൊടുക്കാതെ ഇരുന്നപ്പോൾ ജ്ഞാനായ ജനത്തിന് കുർബാന കാണുന്നതിന് വേണ്ടി സേവേറിയോസ് പിതാവ് 2 വൈദികരെ കൊടുത്തപ്പോൾ 2 സ്ഥാനം പോയി. മതമൈത്രിയുള്ള കേരളത്തിൽ വേറൊരു സഭയുടെ മേലധ്യക്ഷൻ ഞങ്ങളുടെ സെമിനാരിയിൽ വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തു. ആ കപ്പിത്താൻ ഇന്ന് ജയിലറകളിൽ അടയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളെ, വിജിലൻസ് കേസുകൾ, അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. ആ കപ്പിത്താനെ പിടിച്ച് ജയിലിലിടണമെന്ന് പറഞ്ഞതുപോലെ ഇത് നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കപ്പിത്താനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സുറിയാനി സഭയിൽ നടക്കുന്നത്. എന്നാൽ അവിടെ ചില അസിസ്റ്റന്റ് കപ്പിത്താന്മാരുണ്ട്. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നിയമിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ നിയമിച്ച ആ അസിസ്റ്റന്റ് കപ്പിത്താന്മാരെ ആണ് അച്ഛൻ പറഞ്ഞ സംഗതി ചെയ്യേണ്ടത്. അവരിത് മുക്കുവാൻ ശ്രമിക്കുന്നു. 2 പേരും, ഈ 2 സമുദായവും തുല്യ ദുഃഖിതരാ. ജ്ഞാനായ കത്തോലിക്ക വിഭാഗവും അതുപോലെ തന്നെ ജ്ഞാനായ സുറിയാനിക്കാരും. ഇവിടെ ചൂട് സമയത്ത് അധികം സമയം പറയുവാൻ നിവൃത്തിയില്ലല്ലോ. 2 വിഭാഗവും വലിയ ദുഃഖത്തിൽ കൂടെയാണ് പോകുന്നത്. എന്തിനു വേണ്ടി? പിതാക്കന്മാരുണ്ടാക്കിയ ജ്ഞാനായ സമുദായം എന്തിനാണ് ഇന്നിവിടെ വന്നത്? നമ്മുടെ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മളുടെ ദേഹം കുളിരുകൊള്ളും. എല്ലാ വർഷവും 36-ാം ഞായറാഴ്ച ഇവിടെ വരും. കഴിഞ്ഞ പ്രാവശ്യം ജ്ഞാനായ സമുദായ മെത്രാപ്പോലിത്തായാണ് ഇവിടെ വന്നത്. ആ സമയത്തെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ ഇവിടെ വരുന്നവരെയും, ഇവിടെ വരുന്ന വൈദികരെയും, അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ ഇപ്പോൾ വൈദികരെ വിടാതെ ഒരു വിഭാഗം ആൾക്കാർ പണിമുടക്കുന്നു. കുർബാന വേണ്ട. കഴിഞ്ഞ ദിവസം അവിടെ വന്നുകൊണ്ടിരുന്ന വൈദികൻ വിളിച്ചു പറഞ്ഞു, അച്ചായ ഞാൻ ഇനിയും അടുത്ത ഞായറാഴ്ച തൊട്ടില്ല, ജ്ഞാനായ സമുദായത്തിൻ്റെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പോകരുതെന്ന് പറയുന്ന ബിഷപ്പന്മാരുള്ള ജ്ഞാനായ സമുദായവും അതുപോലെ അവരെ നിയന്ത്രിക്കുന്ന മറ്റുള്ള, ഞാൻ ആ പേര് പറയുന്നില്ലെങ്കിൽ പോലും, മേളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന പൗരോഹിത്യത്തിൽ കുർബാന ചൊല്ലരുതെന്ന് അവർക്ക് വൈദികർക്ക് നിർദ്ദേശം കൊടുക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അച്ഛൻ വളരെ വികാരിതനായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും അച്ഛൻ തർപ്പിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അവരുടെയും നമ്മുടെയും ഒക്കെ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1670 വർഷത്തിന് മുമ്പ് ഇവിടെ ജ്ഞാനായ 345 തൊട്ട് ഈ എൻഡോഗമി കാത്തു സൂക്ഷിച്ച് ഇന്നേ നാഴിക വരെ 2 വിഭാഗമായി നിന്നെങ്കിലും എൻഡോഗമി കാത്തു സൂക്ഷിച്ചു പോകുന്നവരാണ്. ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ
ഈ അച്ഛൻ പറഞ്ഞതുപോലെ വിദേശങ്ങളിലെ അവർ ക്നാനായ കത്തോലിക്ക വിഭാഗത്തിന് ഒരു പള്ളി വെക്കുവാൻ നിവൃത്തിയില്ല. അവര് മറ്റുള്ള ദേവാലയങ്ങളിൽ പോയിട്ട് ആ ദേവാലയത്തിൽ നിന്ന് എഴുത്ത് മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ക്നാനായ ദേവാലയത്തിലെ അവർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് നിർവാഹമുള്ളൂ. അങ്ങനെ വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ രണ്ട് സമുദായവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് 1865 1882 നമ്മുടെ പിതാക്കന്മാരെ EM ഫിലിപ്പിനെ കുറിച്ചുള്ള പിതാക്കന്മാരെ നമുക്ക് ഒരു ഭരണഘടന തന്നതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. കേരള ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഞങ്ങളുടെ ഭരണഘടന അംഗീകരിച്ച് തന്നിട്ടുള്ളതാണ്. ഒരു ചുക്കും ഞങ്ങളോട് ചെയ്യുവാൻ ആര് നോക്കിയാലും കഴിയുകയില്ല. എന്നാൽ ഇവർക്ക് ഭരണഘടനയില്ല. അതിൻ്റെ ഒരു കുറവുണ്ട്. നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കണം. ഞങ്ങൾ പറയുന്നില്ല അച്ഛൻ പറഞ്ഞതുപോലെ സുറിയാനി സഭയിലോട്ട്, സുറിയാനി സമുദായത്തിലോട്ട് നിങ്ങൾ ചേരണമെന്ന്. ഞങ്ങളും അങ്ങോട്ട് ചേരുന്നില്ല. രണ്ടുപേരുടെയും വിശ്വാസങ്ങൾക്ക് മാറ്റമില്ലാതെ രക്തത്തിൽപ്പെട്ട് ഈ അച്ഛൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താലും ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ഒരേ ഗ്രൂപ്പായിരിക്കും പ്രിയപ്പെട്ടവരെ. അതാണ് ക്നാനായ രക്തം. നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടെ ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് KGP, ക്നാനായ ഗ്ലോബൽ പാർലമെന്റ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. അവിടെ എല്ലാം യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ഇനി അതിനകത്തോട്ട് ചേരണം. നമ്മൾ കോട്ടയത്തിനപ്പുറത്ത്, കോട്ടയത്തിനും ചിങ്ങപുരത്തിനും ഇടയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം വാങ്ങിക്കഴിഞ്ഞു. 1.5 കോടി രൂപ കൊടുത്ത് ആസ്ഥാന മന്ദിരം വാങ്ങി. അത് ക്നാനായ ഗ്ലോബൽ പാർലമെന്റിന്റെ ആസ്ഥാന മന്ദിരമാണ്. അതിൽ ഓരോ കുടുംബക്കാരും ഓരോ വ്യക്തികളും ഓരോ ലക്ഷം രൂപ കൊടുത്ത് 200 ഫില്ലറയിലാണ് അത് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കും ഒടുവിൽ ക്നാനായ സമുദായത്തിനെ നിലനിർത്തുവാനുള്ള ഏക അത്താണി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ രണ്ട് കൂട്ടരും കൂടി ഉടൻ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. ഇനിയും 1616 നൂറ്റാണ്ടിലോട്ട് തിരിച്ചു പോകാതെ കാലഘട്ടങ്ങൾക്കനുസൃതമായി വലിയ ഒരു ശക്തിയായിട്ട് ക്നാനായ സമുദായത്തിന് ഈ കേരളത്തിൽ ശോഭിക്കുവാനായിട്ട് പറ്റും. ലോകം മുഴുവൻ, നമ്മൾ വിദേശത്ത് പോയാൽ വിദേശത്തുള്ളവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, ബന്ധുക്കൾ ഇരിപ്പുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടെ ക്നാനായ സുറിയാനിക്കാരുടെ കാട്ടിലും എത്രയോ നമ്പേഴ്സ് കൂടിയതായ ആളുകളാണ് അവിടെ ക്നാനായ കത്തോലിക്ക സമുദായത്തിലുള്ളത്. അവരൊക്കെ വിവാഹം കഴിക്കുവാനായിട്ട് നമ്മുടെ വിവാഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഇനിയും കൂടുതൽ ഒരേ വംശത്തിൽപ്പെട്ട അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ഹരാനിൽ പോയി വധുവിനെ തെരഞ്ഞെടുത്തെങ്കിൽ ക്നാനായ കത്തോലിക്കയിലെ വധുവിനെ തെരഞ്ഞെടുത്താലും അതുപോലെ അവിടുത്തെ വധുവിന് വേണ്ടി വരന്മാരെ ക്നാനായ സുറിയാനിയിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് തുറന്നു വരുന്നത്. അതിനെ കാലഘട്ടത്തിന്റെ നേട്ടമായിട്ട് നമ്മൾ ഒന്നിക്കണം, വിശ്വാസത്തിൽ ഒന്നാകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരുമിച്ച് നിൽക്കുവാനായിട്ടാണ് ഈ KGP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വാർഷിക അല്ലെങ്കിൽ ക്നായിത്വം ദുക്രോനോ, ഞങ്ങൾ വിശുദ്ധ ക്നായിത്വമായാണ്. ക്നായിത്വമായുടെ നാമത്തിൽ ഇന്ന് ഇവിടെ വിശുദ്ധ ക്നായിത്വം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയുണ്ടായി. ക്നാനായക്കാരെ ഇവിടെ എത്തിച്ച ക്നായിത്വമായെ ഞങ്ങൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ക്നാനായ കത്തോലിക്ക സഭയിലെ ഇന്ന് വരെ അത് വിശുദ്ധനായിട്ടില്ല. അത് വിശുദ്ധനാക്കേണ്ട അത്യാവശ്യമാണ് ക്നാനായ കത്തോലിക്ക സമുദായത്തിലും. പ്രിയപ്പെട്ടവരെ, സമയം വളരെ പോയല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത വർഷം ഇതിലും വലിയ രീതിയിൽ, അടുത്ത വർഷത്തിന് മുമ്പ് തന്നെ KGPയുടെ ഉദ്ഘാടനത്തിന് അവിടെ വലിയ ജനസമുദ്രം ഈ ക്നാനായ കത്തോലിക്ക സമുദായവും ക്നാനായ സിറിയാനിക്കാരെയും കൂടെ ചേരുന്ന ഒരു മഹാസമ്മേളനം അടുത്ത നാളുകളിൽ തന്നെ 2-3 മാസത്തിനകം കോട്ടയത്ത് നമ്മൾ അത് ഒരു പരിപാടി ഇടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ നമുക്ക് സമയം പോയത് കൊണ്ട് ആരും ഇനിയും പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. ക്നാനായ ഇതിൻ്റെ അത് ഇവിടെ ക്നാനായ സമുദായത്തിൻ്റെ ആൾക്കാരുണ്ട്. ക്നാനായ കത്തോലിക്ക സമുദായത്തിൻ്റെ KGPയുടെ സെക്രട്ടറിയാണ് സാബു ചെമ്മനംകുഴി. സാബു സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ സമയം പോയാൽ എല്ലാവരും ചൂടിനിരിക്കുകയാണ്. നമുക്ക് ക്നായിത്തോബായുടെ ധൂപപ്രാർത്ഥന നടത്തേണ്ടതായിട്ടുണ്ട്. സാവിയോ ഇവിടെ ഇരിപ്പുണ്ട്. ക്നാനായ കമ്മിറ്റി അംഗങ്ങളായ സാബു കണ്ണാട്ടിപ്പടിയുണ്ട്. അതുപോലെ തന്നെ സജി താന്നിക്കലുണ്ട്, ട്രസ്റ്റിയുണ്ട്,
നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇന്നിവിടെ നമ്മുടെ മെറ്റോ അച്ഛൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫാർമസി കോളേജിൻ്റെ സെക്രട്ടറി പി എ എബ്രഹാം കുഴിക്കണ്ടത്തിലുണ്ട്. അസോസിയേഷൻ മെമ്പർമാരെല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഉണ്ട്. വനിതകളുണ്ട്. നിങ്ങളുടെ ശക്തിയാണ് ഞാൻ ഇന്ന് നമ്മുടെ ജനത്തിൻ്റെ കൂടി പോരുന്നതിന് വേണ്ടി ഞാൻ വണ്ടിയെടുക്കാതെ ആ ബസ്സിൽ തന്നെയാണ് ഞാനും പോരുന്നത്. അതാണ് നമ്മുടെ ശക്തി. നമ്മുടെ ജനത്തിൻ്റെ കൂടെ ഒന്നിച്ചിരിക്കുന്നത് യേശുക്രിസ്തു പറയുന്നത് പോലെ. മോശെ അവിടെ മുൾപ്പടർപ്പിൽ ചെന്നപ്പോൾ ഇവിടെ നമുക്ക് 3 കുടിലുകൾ പണിയാമെന്ന് പറയുന്നതോടെ നമ്മുടെ ജനത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്കുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരേ രക്തത്തിൽപ്പെടുന്ന ഒരേ രക്തത്തിൽ നമ്മൾ വന്ന് ഇറങ്ങിയ പിതാക്കന്മാരുടെ ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇതിൻ്റെ എൻഡോഗമി കാത്തു സൂക്ഷിക്കണം. ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ജ്ഞാനായ സമുദായം നീണാൾ വാഴും. അതിനെ ഞങ്ങളുടെ സമുദായ മെത്രാപ്പോലീത്ത സെവേറിയോസ് സിനിമേനയുടെ കരങ്ങൾക്ക് കൂടെ ശക്തി കൊടുക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ജ്ഞായിത്തമ്മൻ ദുക്രോനോ പെരുന്നാളിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.